നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ അറിയാമോ? 1700കളുടെ മധ്യത്തിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അനിഴംതിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവും 8 വീട്ടിൽ പിള്ളമാരും തമ്മിൽ നിരന്തരം സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ രാജാവ് പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് തിരുവനന്തപുരം എത്തുന്ന വിവരമറിഞ്ഞ 8 വീട്ടിൽ പിള്ളമാർ രാജാവിനെ വധിക്കാൻ പദ്ധതിയിട്ടു. ശത്രുക്കളുടെ പദ്ധതി അറിഞ്ഞ മഹാരാജാവ് മുട്ടം വഴി നെയ്യാറിലെത്തി കരകവിഞ്ഞൊഴുകുന്ന ആറ്റിലൂടെ ഒരു തോണി ഉപയോഗിച്ച് അക്കരയിലെത്തി. എന്നാൽ അപ്പോഴേക്കും ശത്രുക്കൾ അദ്ദേഹത്തിന്റെ പിറകെ മാരക ആയുധങ്ങളുമായി പിന്തുടരാൻ തുടങ്ങിയിരുന്നു. വെള്ളപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞ പാലക്കടവിലെത്തിയപ്പോഴേക്കും 8 വീട്ടിൽ പിള്ളമാർ അദ്ദേഹത്തെ പിടികൂടാനായി പാഞ്ഞു. പെട്ടെന്ന് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി അദ്ദേഹം കാട്ടിലെ കുറ്റിച്ചെടികൾക്കുള്ളിൽ മറഞ്ഞിരുന്നു. ഒളിത്താവളം സുരക്ഷിതമല്ലെന്ന് തോന്നി ശ്രീ പത്മനാഭദാസൻ ആയിരുന്ന അദ്ദേഹം പത്മനാഭസ്വാമിയെ മനമുരുകി പ്രാർത്ഥിച്ചു. കുറ്റിക്കാട്ടിൽ നിന്നും ഒരു ശബ്ദം കേട്ട് കണ്ണ് തുറന്ന അദ്ദേഹം കാണുന്നത് കന്നുകാലികളെ പരിചരിക്കുന്ന ഒരു ബാലനെ ആണ്. കുട്ടി രാജാവിനോട് അരികിലുണ്ടായിരുന്ന ഒരു പ്ലാവിന്റെ ഉള്ളിലെ ദ്വാരത്തിൽ ഒളിച്ചുകൊള്ളാൻ പറഞ്ഞു. രാജാവ് അത് അനുസരിക്കുകയും ചെയ്തു. അവിടെ എത്തിയ 8 വീട്ടിൽ പിള്ളമാരെ ബാലകൻ വഴിതിരിച്ചുവിട്ടു. അതിനുശേഷം രാജാവ് ആ ബാലനെ അന്വേഷിച്ചെങ്കിലും അവനെ കണ്ടെത്താനായില്ല. ബാലനായി വന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്ന് പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞു. തന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി സൂചകമായി മഹാരാജാവ് നെയ്യാറ്റിൻകരയിൽ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം പണിയിച്ചു. അമ്മയായി രക്ഷിച്ച പ്ലാവിനെ വണങ്ങി പട്ടുടുപ്പിച്ചു. ആ പ്ലാവ് അമ്മച്ചി പ്ലാവായി ക്ഷേത്രത്തിൽ ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. ഇരു കൈയിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണന്റെ നവനീത കൃഷ്ണ രൂപമാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്.